ശ്രീ പി ജെ വിൻസെന്റ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ, അധ്യാപകൻ. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ ഇറാന് നേർക്ക് ഇസ്രയേൽ അമേരിക്ക സംയുക്താക്രമണമാണ്. പക്ഷേ ഇസ്രയേലിൽ നിന്നാണ് മിസൈലുകൾ പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തിരിച്ചടി ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇതൊരു യുദ്ധം എന്ന രൂപത്തിൽ വളരാനുള്ള സാധ്യത എത്രത്തോളം ആശങ്ക വേണം ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഇതൊരു യുദ്ധമായി തന്നെ വളരുക തന്നെ ചെയ്യും. കാരണം 12 ദിന യുദ്ധം അവസാനിച്ചതിന് ശേഷം സമാധാന ഉടമ്പടി നിലനിൽക്കുകയാണ്. ആ സമാധാന ഉടമ്പടി ഏകപക്ഷീയമായി ലംഘിക്കപ്പെട്ടു. ഇസ്രായേലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? ഈ വെസ്റ്റ് ഏഷ്യൻ മേഖലയിൽ അമേരിക്ക സർവ്വവിധ യുദ്ധ സന്നാഹങ്ങളും ഒരുക്കി ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് തന്നെ വേണം കാണാൻ. 3 വട്ട ചർച്ചകൾ നടന്നു. ആ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു. അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ സമീപകാലത്ത് ആഗോള ചരിത്രത്തിൽ തന്നെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വിപുലമായ യുദ്ധ സന്നാഹങ്ങളാണ് വെസ്റ്റ് ഏഷ്യയിൽ അമേരിക്ക ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഹോർമൂസ് കടലിടുക്കും ഗൾഫ് മേഖലയിലും റെഡ് സീയിലും ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലും ഒക്കെ അമേരിക്കയുടെ പടക്കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നു. വെസ്റ്റ് ഏഷ്യയിലുള്ള വിവിധ സൈനിക താവളങ്ങളിലൊക്കെ അലർട്ട് കൊടുത്തിരിക്കുന്നു. മാത്രവുമല്ല, മിനിങ്ങാന്ന് ഇസ്രായേലിലുള്ള മുഴുവൻ അമേരിക്കൻ പൗരന്മാരോടും നാടുവിടാൻ വേണ്ടി അമേരിക്ക നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതിന്റെ സൂചന എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ തീർച്ചയായിട്ടും ഇറാനെ ആക്രമിക്കും. ഇറാനെ ആക്രമിക്കുമ്പോൾ തിരിച്ച് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടാവും. അപ്പോൾ അമേരിക്കൻ പൗരന്മാരുടെ ജീവന് അപകടം പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക എടുത്തിട്ടുള്ള നടപടികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്: യുദ്ധത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ച് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം. ഇപ്പോൾ ഖമനേയെ തന്നെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് കരുതേണ്ടതുണ്ട്. അപ്പോൾ ഖമനേയുടെ ഓഫീസിനടുത്ത് വരെ ഈ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ടെഹ്റാനിൽ നിന്ന് മാറ്റി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം ഖമനയെ വധിക്കണമെങ്കിൽ ഇതിനകം തന്നെ വധിക്കാനൊന്നും പ്രയാസം ഇല്ല. കാരണം ഈ ഇറാന്റെ ഈ ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിതമായ മേഖലയിൽ പോയി ഇസ്മായിൽ ഖനിയെ വധിക്കാൻ പറ്റുമെങ്കിൽ ഖമനയെ വധിക്കുക എന്നുള്ളതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ അമേരിക്ക അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു റെഷീം ചേഞ്ച് ആണ്. ഖമനയുടെ ഭരണം അവസാനിച്ച് അവിടെ പുതിയ ഒരു ഭരണകൂടത്തെ, പുതിയതെന്ന് പറയുമ്പോൾ ഒരു അമേരിക്കൻ പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുക എന്ന് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഖമനേയി വധം ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ അജണ്ടയിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതിനകം നടപ്പിലാക്കാൻ അവർക്ക് പ്രയാസമുള്ള കാര്യവുമല്ല. അതേസമയം ഒരു യുദ്ധത്തിന്റെ എല്ലാ സാഹചര്യവും ഒരുങ്ങി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വളരെ നന്ദി ശ്രീ പി ജെ വിൻസെന്റ് പ്രതികരിച്ചതിന്.